ഒരു നിമിഷം കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. നിങ്ങളെ നിങ്ങളുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരോ അവരുടെ തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടോ? ആ സമയത്ത് ഉള്ളിൽ തോന്നുന്ന ഒരു ശൂന്യതയുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്കേ അറിയൂ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു കൊറിയൻ പ്രണയകഥയെക്കുറിച്ചല്ല. ഒരു പെൺകുട്ടി തൻ്റെ കുറവുകളെ മറികടന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിന്ന ഒരു വലിയ അതിജീവനത്തിൻ്റെ കഥയാണ് ട്രൂ ബ്യൂട്ടി. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും കടന്നു പോകുന്ന മാനസികാവസ്ഥകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറയും. ചിലപ്പോൾ നമ്മൾ ആവേശം കൊണ്ട് കൈയടിക്കും. വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഈ കഥയുടെ ഓരോ സുപ്രധാന നിമിഷങ്ങളിലൂടെയും നമുക്കൊന്ന് സഞ്ചരിക്കാം. കഥയിലെ നായികയായ ലിം ജോ ക്യൂങ്ങിന്റെ കുട്ടിക്കാലം മുതലാണ് കഥ തുടങ്ങുന്നത്. അവൾക്ക് കോമിക്സ് വായിക്കാനും ഹെവി മെറ്റൽസ് മ്യൂസിക് കേൾക്കാനുമൊക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷേ നിർഭാഗ്യവശാൽ അവളുടെ മുഖത്ത് വന്ന കുരുക്കളും കട്ടിയുള്ള പുരികവും കാരണം സ്വന്തം അമ്മ പോലും അവളെ വഴക്കു പറയുമായിരുന്നു. നിന്റെ ചേച്ചിയും അനിയനും എത്ര സുന്ദരന്മാരാണ്, നിനക്ക് മാത്രം ഇതെന്ത് പറ്റി എന്ന ചോദ്യം സ്വന്തം വീട്ടിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. സ്കൂളിൽ എത്തിയപ്പോഴാകട്ടെ വില്ലത്തികളായ ചില പെൺകുട്ടികൾ അവളെ ഒരു അടിമയെ പോലെയാണ് നടത്തിയത്. അവരുടെ ആഹാരം വാങ്ങിക്കൊടുക്കുക, ഹോംവർക്ക് ചെയ്യുക, ഇതൊക്കെയായിരുന്നു അവളുടെ ജോലി. ഇതിനിടയിൽ അവൾക്ക് ആ സ്കൂളിൽ ഒരു ക്യാൻറ്റീൻ സ്റ്റാഫിനോട് പ്രണയം തോന്നുന്നു. വലിയ പ്രതീക്ഷയോടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ചോക്ലേറ്റ് ബോക്സുമായി അവൾ തൻ്റെ പ്രണയം തുറന്നു പറയാൻ ചെല്ലുകയാണ്. പക്ഷേ ക്രൂരമായ രീതിയിലാണ് അവൻ അവളെ റിജക്റ്റ് ചെയ്തത്. നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? ഇത്രയും വികൃതമായ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും പ്രേമിക്കുമോ എന്ന് ചോദിച്ച് അവൻ അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുന്നു. ആ കുട്ടികൾ അത് കണ്ട് വീഡിയോയിൽ പകർത്തി സ്കൂൾ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു. തകർന്നു പോയ ജുക്യുങ് ലോകത്തിൽ തനിക്കായി ആരുമില്ലെന്ന വിഷമത്തിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടാനൊരുങ്ങുന്നു. ആകാശത്തേക്ക് നോക്കി അവൾ കരഞ്ഞു ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഭംഗിയില്ലാതെ ജനിച്ചതാണോ ഞാൻ ചെയ്ത പാപം? അവൾ താഴേക്ക് ചാടാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്നൊരു കൈ അവളെ പിന്നോട്ട് വലിച്ചിടുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ലേ സുഹോ. സ്വന്തം സുഹൃത്തിന്റെ മരണത്തിന്റെ ആഘാതത്തിൽ മനസ്സ് തകർന്നു നിൽക്കുകയായിരുന്നു സുഹോയും. അവൻ അവളെ ദേഷ്യത്തോടെ ചേർത്തു പിടിച്ച് പറയുന്നുണ്ട്, മരിക്കാൻ ഇത്ര എളുപ്പമാണോ? മരിച്ചു പോയവരുടെ കുടുംബത്തിന്റെ വേദന നിനക്കറിയാമോ? ജീവിക്കാൻ നോക്ക് എന്ന്. അന്ന് രാത്രി കണ്ണട തകർന്നു പോയതുകൊണ്ട് ജുക്യുങ്ങിന്റെ മുഖം അവൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ അവളുടെ അച്ഛന് പറ്റിയ ഒരു സാമ്പത്തിക ചതി കാരണം ആ കുടുംബത്തിന് അവിടുന്ന് താമസം മാറേണ്ടി വരുന്നു. പുതിയൊരു സ്കൂളിലേക്ക് മാറാൻ ജുക്യുങ്ങിന് അവസരം ലഭിക്കുകയാണ്. ഇതൊരു വലിയ അവസരമായി അവൾ കണ്ടു. അവൾ ഇന്റർനെറ്റും യൂട്യൂബും നോക്കി രാപ്പകലില്ലാതെ മേക്കപ്പ് ചെയ്യാൻ പഠിച്ചു. തുടക്കത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഒടുവിൽ അവൾ അതിൽ വിജയിച്ചു. പുതിയ സ്കൂളിലെ ആദ്യ ദിവസം അവൾ ആ ഗേറ്റ് കടന്നു വരുമ്പോൾ വായു പോലും നിശ്ചലമാകുന്നത് പോലെ തോന്നി. മേക്കപ്പിന്റെ മാന്ത്രികതയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. എല്ലാവരും അവളെ നോക്കി അത്ഭുതപ്പെട്ടു. ആ നിമിഷം മുതൽ അവൾ ആ സ്കൂളിലെ ഗോഡസായി മാറി. ആളുകൾ അവളോട് വന്ന് സംസാരിക്കാൻ തുടങ്ങി. അവൾക്ക് കൂട്ടുകാരുണ്ടായി. പക്ഷേ ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും തൻ്റെ മേക്കപ്പ് ഇളകി പോകുമോ? തൻ്റെ അസിമെട്രിക് ആയ മുഖം മറ്റുള്ളവർ കാണുമോ എന്ന കടുത്ത ഭയത്തോടെയാണ് അവൾ ഓരോ നിമിഷവും ജീവിച്ചത്. കഥയിലേക്ക് കൂടുതൽ ആവേശം പകരുന്ന ഹാൻ സെജുവിന്റെ എൻട്രിയാണ്. ബൈക്കും ഓടിച്ച് സ്റ്റൈലിഷ് ലുക്കിൽ വരുന്ന സെജുൻ കാണാൻ ഒരു വില്ലനെ പോലെയാണെങ്കിലും ഉള്ളിൽ ഭയങ്കര പാവമാണ്. പണ്ട് സുഹോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അവൻ. എന്നാൽ തങ്ങളുടെ മറ്റൊരു സുഹൃത്തായ സെയോണിന്റെ ആത്മഹത്യക്ക് കാരണം സുഹോയുടെ സ്വാർത്ഥതയാണെന്ന് വിശ്വസിച്ച് സെജുൻ അവനോട് കടുത്ത ശത്രുതയിലായിരുന്നു. അപ്രതീക്ഷിതമായി സെജുൻ റോഡിൽ വെച്ച് ചില ഗുണ്ടകളുമായി തല്ലുണ്ടാക്കുമ്പോൾ ജുക്യുങ് അവന്റെ ബൈക്കിന്റെ ഹെൽമറ്റുമായി ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. സ്കൂളിലെത്തുമ്പോൾ ജുക്യുങ്ങിനെ സുഹോയുടെ കൂടെ കാണുന്ന സെജുൻ സുഹോയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രം ജുക്യുങ്ങിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നു. അവളുടെ ബാഗ് വാങ്ങി വെക്കുക, അവളുടെ കൂടെ ഇരിക്കുക എന്നതൊക്കെയായിരുന്നു അവന്റെ വിനോദം.
എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ജുക്യുങ്ങിന്റെ നിഷ്കളങ്കതയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും കണ്ട് സെജുൻ അറിയാതെ അവളോട് പ്രണയത്തിലാകുകയാണ്. അവൻ അവൾക്ക് വേണ്ടി ബൈക്ക് ഓടിക്കുന്നത് നിർത്തുന്നു. അവൾക്ക് സുഖമില്ലാത്തപ്പോൾ മരുന്ന് വാങ്ങി നൽകുന്നു. ഒരു വശത്ത് സൈലന്റ് ആയ സുഹോ, മറുവശത്ത് കെയറിംഗ് ആയ സെജുൻ. കഥ ഇവിടെ വെച്ച് അതീവ രസകരമായി മാറുന്നു. ഈ കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ജുക്യുങ്ങിന്റെ മേക്കപ്പ് ഇല്ലാത്ത മുഖം സുഹോ കാണുന്നതിലൂടെയാണ്. ഒരു കോമിക് ബുക്ക് ഷോപ്പിൽ വെച്ചാണ് അവൻ അവളെ തിരിച്ചറിയുന്നത്. അവൾ വിചാരിച്ചു സുഹോ ഇനി തന്റെ രഹസ്യം എല്ലാവരോടും പറയുമെന്ന്. അവൾ അവന്റെ മുന്നിൽ കരഞ്ഞു കാൽക്കൽ വീഴാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സുഹോ അവളെ അതിശയിപ്പിച്ചു. അവൾ തന്നേക്കാൾ ഭംഗിയുള്ളവളാണെന്നും അവളുടെ മേക്കപ്പ് അല്ല അവളുടെ ചിരിയാണ് തനിക്കിഷ്ടമെന്നും അവൻ പറയുന്നു. ആരും കാണാത്ത അവളുടെ ആ വികൃതമായ മുഖത്തെയാണ് സുഹോ പ്രണയിച്ചത്. അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. സെജുൻ ഇതറിഞ്ഞ് ഉള്ളിൽ തകരുന്നുണ്ടെങ്കിലും ജുക്യുങ്ങിന്റെ സന്തോഷത്തിന് വേണ്ടി അവൻ തന്റെ പ്രണയം ഉള്ളിലൊതുക്കി അവരുടെ നല്ലൊരു സുഹൃത്തായി മാറുന്നു. എന്നാൽ വില്ലന്മാർ അധികകാലം ഒളിച്ചിരിക്കില്ലല്ലോ. ജുക്യുങ്ങിന്റെ പുതിയ സ്കൂളിലെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ കംസുജിക്ക് സുഹോയോട് പ്രണയമായിരുന്നു. സുഹോ ജുക്യുങ്ങിനെയാണ് സ്നേഹിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ സുജിയുടെ ഉള്ളിലെ കുശുമ്പ് വില്ലത്തരമായി മാറി. അവൾ പഴയ സ്കൂളിലെ വില്ലത്തികളെ കണ്ടുപിടിച്ച് ജുക്യുങ്ങിന്റെ മേക്കപ്പ് ഇല്ലാത്ത പഴയ ചിത്രങ്ങളും വീഡിയോകളും വാങ്ങി സ്കൂളിലെ വലിയ ഡിസ്പ്ലേ ബോർഡിലും സോഷ്യൽ മീഡിയയിലും ലീക്ക് ചെയ്യുന്നു. ആ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ സ്കൂൾ ഒന്നടങ്കം അവളെ പരിഹസിക്കാൻ തുടങ്ങി. ഇവളായിരുന്നു നമ്മുടെ ദേവത, ചതിച്ചതാണല്ലേ എന്ന് പറഞ്ഞ് ആളുകൾ അവളെ മാറ്റി നിർത്തി. ജുക്യുങ് വീണ്ടും ആ പഴയ ഇരുണ്ട മുറിയിലേക്ക് ഒതുങ്ങിപ്പോയി. അവൾ കരഞ്ഞു തളർന്നു. പക്ഷേ ഇത്തവണ പഴയ ജുക്യുങ് ആയിരുന്നില്ല അവൾ. സുഹോ അവളുടെ അടുത്തു വന്ന് അവളെ ചേർത്തു പിടിച്ചു പറഞ്ഞു, നീ ആരാണെന്ന് നിനക്കറിയാം. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് നിനക്ക് ആവശ്യമില്ല. അതുപോലെ സെജുൻ സ്കൂളിൽ ആ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ ആഞ്ഞടിച്ചു. ആ ഫോട്ടോകളെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. സുഹൃത്തുക്കളുടെ സ്നേഹം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി താൻ ഒളിച്ചോടുകയല്ല വേണ്ടത്. അടുത്ത ദിവസം രാവിലെ അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നു. ഇത്തവണ അവൾ മേക്കപ്പ് ചെയ്തത് മുഖം ഒളിപ്പിക്കാനല്ലായിരുന്നു, മറിച്ച് തൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനായിരുന്നു. യാതൊരു ഭയവുമില്ലാതെ പുഞ്ചിരിയോടെ അവൾ സ്കൂളിൻ്റെ ഇടനാഴിയിലൂടെ നടന്നു വരുന്നു. ആളുകൾ വീണ്ടും അവളെ കളിയാക്കാൻ നോക്കുമ്പോൾ അവൾ ഉറച്ച ശബ്ദത്തിൽ പറയുന്നുണ്ട്, അതെ, ഇതാണെൻ്റെ മുഖം. ഞാൻ മേക്കപ്പ് ഇടുന്നത് എന്നെ പരിഹസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. ഇതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ വെറുത്തോളൂ, എനിക്കൊരു കുഴപ്പവുമില്ല. കഥ അവസാനിക്കുമ്പോൾ ജുക്യുങ് ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറുന്നുണ്ട്. തന്നെ ഒരു കാലത്ത് വേദനിപ്പിച്ച അതേ മേക്കപ്പിനെ അവൾ തൻ്റെ കരിയറാക്കി മാറ്റി. മറ്റുള്ളവരെ സുന്ദരിയാക്കാൻ അവൾക്കിപ്പോൾ സാധിക്കുന്നു. ഈ സീരീസ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ലോകം എപ്പോഴും നിങ്ങളെ തളർത്താൻ നോക്കും. നിങ്ങളുടെ നിറം കുറവാണെന്നോ തടിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ വേദനിപ്പിക്കും. പക്ഷേ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ സുന്ദരനാണ് അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാണ് എന്ന് സ്വയം പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവിടെ തീർന്നു ഈ ലോകത്തിന്റെ പരിഹാസങ്ങൾ. യഥാർത്ഥ സൗന്ദര്യം എന്നത് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമാണ്. നിങ്ങൾക്ക് ഈ കഥ കേട്ടപ്പോൾ എന്ത് തോന്നി? നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കൂ. ലീ, സുഹോ, ഹാൻ, സെജുൻ ഇവരിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്നും പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഒരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.